15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു താരം. ഇന്ത്യക്ക് ആദ്യ 3 മത്സരങ്ങളിൽ വലിയ സ്കോറൊന്നും നേടാനായില്ല. പലരും പറഞ്ഞു ഇനിയും സമയമുണ്ട്. പക്ഷെ 4ാം അവസരം ലഭിച്ചപ്പോൾ ആ ബാലൻ ചെയ്തത് ചരിത്രം തന്നെയായിരുന്നു. സിംബാബ്വെക്കെതിരെ ആദ്യ T20യിൽ വെറും 18 പന്തിൽ അർദ്ധ സെഞ്ചുറി. അന്താരാഷ്ട്ര T20യിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് ഇനി വൈഭവ് സൂര്യവംശിയുടേതാണ്. എന്നാൽ ഈ പ്രകടനത്തിന് പിന്നാലെ ചർച്ചയായത് വൈഭവിന്റെ ഇന്നിംഗ്സ് മാത്രമല്ല. ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ മുൻ ഇന്ത്യൻ നായകനും മുൻ സെലക്ടറുമായ കൃഷ്ണമാചാരി ശ്രീകാന്ത് നടത്തിയ അതിശക്തമായ വിമർശനമാണ്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ വൈഭവിന് ആദ്യ 3 മത്സരങ്ങളിൽ 14, 13, 15 എന്നിങ്ങനെ ചെറിയ സ്കോറുകൾ മാത്രമാണ് നേടാനായത്. അതിന് പിന്നാലെ 5ാം T20യിൽ അദ്ദേഹത്തെ പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കി. ഈ തീരുമാനത്തെയാണ് ശ്രീകാന്ത് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിച്ച ശ്രീകാന്ത് പറഞ്ഞത് വളരെ കടുത്ത ഭാഷയിലാണ്. 3 പരാജയങ്ങൾക്ക് ശേഷം ഇത്രയും കഴിവുള്ള ഒരു കുട്ടിയെ പുറത്തിരുത്തി അവന്റെ ആത്മവിശ്വാസം തകർക്കാൻ എങ്ങനെ സാധിച്ചു? അതൊരു മണ്ടത്തരം നിറഞ്ഞ തീരുമാനമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ശ്രീകാന്ത് പറയുന്നത് വൈഭവിന്റെ സ്കോറുകൾ മാത്രം നോക്കരുത് എന്നാണ്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി, ഷോട്ട് സെലക്ഷൻ, ഭയമില്ലാത്ത സമീപനം ഇതൊക്കെയാണ് ഭാവിയിലെ ഒരു സൂപ്പർ താരത്തെ സൂചിപ്പിക്കുന്നതെന്ന് ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഈ കുട്ടിയുടെ ഷോട്ടുകളുടെ റേഞ്ച് അതിശയകരമാണ്. ഒരു ഷോട്ട് പോലും അനാവശ്യമായ ക്രോസ് ബാറ്റിൽ കളിക്കുന്നില്ല. അവൻ വളരെ സ്പെഷ്യലായ ഒരു താരമാണ്. ഇവിടെയാണ് മറ്റൊരു രസകരമായ കാര്യം. ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം വൈഭവ് നേരെ വീട്ടിലേക്ക് പോയില്ല. പകരം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിലേക്ക് പോയി തന്റെ ബാറ്റിംഗിൽ കൂടുതൽ പരിശീലനം നടത്തി. പ്രത്യേകിച്ച് ഷോർട്ട് ബോളുകൾ നേരിടുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയതെന്ന് ശ്രീകാന്ത് വെളിപ്പെടുത്തി. അതിന്റെ ഫലം എന്തായിരുന്നു? സിംബാബ്വെക്കെതിരെ ഭയമില്ലാത്ത ബാറ്റിംഗ്. 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ട ഒരു യുവതാരം സാധാരണയായി ടീമിലെ സ്ഥാനം നിലനിർത്താൻ സിംഗിളുകളും ഡബിളുകളും എടുത്ത് സൂക്ഷിച്ചാകും കളിക്കുക. പക്ഷേ വൈഭവ് അങ്ങനെ ചെയ്തില്ല. ആക്രമണമാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. അതേ രീതിയിൽ തന്നെയാണ് കളിച്ചത്. 18 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി ലോക റെക്കോർഡും സ്വന്തമാക്കി. ഇതോടെയാണ് സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് ആരാധകർക്കിടയിലും വലിയ ചർച്ച ആരംഭിച്ചത്. ഗൗതം ഗംഭീറിന്റെ ടീം തിരഞ്ഞെടുപ്പ് ശരിയായിരുന്നു, അല്ലെങ്കിൽ ഒരു യുവതാരത്തിന് കൂടുതൽ അവസരം നൽകേണ്ടിയിരുന്നു? ഇത് രണ്ടായി വിഭജിക്കപ്പെട്ട അഭിപ്രായങ്ങളാണ്. ഒരു വിഭാഗം പറയുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പ്രകടനമാണ് പ്രധാനം, അവസരം കിട്ടിയാൽ റൺസ് നേടണം, 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ടാൽ പുറത്തിരുത്തുന്നത് അസാധാരണമല്ല. മറ്റൊരു വിഭാഗം പറയുന്നത് വെറും 15 വയസ്സുള്ള ഒരു താരത്തെ 3 മത്സരങ്ങൾക്ക് ശേഷം തന്നെ മാറ്റി നിർത്തുന്നത് അവന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നാണ്. പ്രത്യേകിച്ച് ഭാവിയിലെ വലിയ പ്രതിഭയെ വിലയിരുത്തപ്പെടുന്ന താരത്തിന് കൂടുതൽ പിന്തുണ നൽകേണ്ടിയിരുന്നു എന്നാണ് അവരുടെ അഭിപ്രായം. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്. സിംബാബ്വെ പര്യടനത്തിൽ ഗൗതം ഗംഭീർ ടീമിനൊപ്പമില്ല. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മുൻ ഇന്ത്യൻ ഇതിഹാസം VVS ലക്ഷ്മൺ പരിശീലക ചുമതല വഹിക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം ഈ ചർച്ച അവസാനിക്കുന്നില്ല. കാരണം ഇന്ത്യൻ ടീമിൽ യുവതാരങ്ങളെ എങ്ങനെ വളർത്തണം എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരു പരാജയത്തിന് ശേഷം പുറത്താക്കണോ, അല്ലെങ്കിൽ തുടർച്ചയായ അവസരം നൽകി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണോ? ചരിത്രം നോക്കിയാൽ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, യുവരാജ് സിംഗ് തുടങ്ങിയ നിരവധി താരങ്ങൾക്കും കരിയറിന്റെ തുടക്കത്തിൽ പരാജയങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് തുടർച്ചയായ അവസരങ്ങൾ ലഭിച്ചു. അതിനാലാണ് ഇന്ന് അവർ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇതിഹാസങ്ങളായി മാറിയത്. വൈഭവ് സൂര്യവംശിയുടെ കാര്യത്തിലും സമാനമായ സമീപനമാണോ വേണ്ടതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതേസമയം ഒരു മികച്ച ഇന്നിംഗ്സ് മാത്രം ഒരാളുടെ കരിയർ നിർണ്ണയിക്കില്ല എന്നതും സത്യമാണ്. ഇനി വരുന്ന മത്സരങ്ങളും ഈ പ്രകടനം തുടരാനായാൽ മാത്രമേ വൈഭവിന് തന്റെ പ്രതിഭ സ്ഥിരമായി തെളിയിക്കാൻ കഴിയൂ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, 15 വയസ്സുകാരൻ ഇതിനകം ലോക ക്രിക്കറ്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഓരോ ഇന്നിംഗ്സും കൂടുതൽ ശ്രദ്ധയോടെ വിലയിരുത്തപ്പെടും.